A patient, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. A patient is scheduled for a pudendal nerve block. Which of the following is the most important nursing intervention? അപ്പൊ ഇങ്ങനെ നേഴ്സിംഗ് ഇന്റർവെൻഷൻസ് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. അപ്പൊ പലതരം നേഴ്സിംഗ് ഇന്റർവെൻഷൻ, ഇപ്പോ ബെഡ് സോർ ഉള്ള പേഷ്യന്റ് നേഴ്സിംഗ് ഇന്റർവെൻഷൻ, അല്ലെങ്കിൽ ഇപ്പൊ IM കൊടുക്കുന്ന പേഷ്യന്റിന് വാട്ട് ഈസ് എ നേഴ്സിംഗ് ഇന്റർവെൻഷൻ, അല്ലെങ്കിൽ പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ, മെക്കാനിക്കൽ വെന്റിലേറ്റർ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നേഴ്സിംഗ് ഇന്റർവെൻഷൻസ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇവിടെ ഒബ്റ്റെയിൻ കൺസെന്റ്, ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് ടു empty their bladder, administer a sedative, prepare the patient for a lithotomy position. അപ്പൊ ഇവിടെ പ്യൂഡന്റൽ നെർവ് ബ്ലോക്ക് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും അതിന്റെ ലീഡ് ആയിട്ടുള്ള മെയിൻ പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യൂ. അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ തെറ്റിച്ച് എഴുതരുത്, കാരണം ഇനി നെഗറ്റീവ് മാർക്ക് നിങ്ങൾ വരുത്തരുത്. Yes, option B is the correct answer. കുറെ പേര് ഓപ്ഷൻ ബി കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ലിറ്റി, ഷംന, അഷ്ന, ശ്രീജ, ദിൽഷ, നിമിഷ. So option B is the correct answer. Instruct the patient to empty their bladder. അപ്പോ ഈ പ്യൂഡന്റൽ നെർവ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റീജിയണൽ അനസ്തേഷ്യ ടെക്നിക് ആണ്. സോ ഇറ്റ് ഇസ് എ അനസ്തേഷ്യ ടെക്നിക്, അത്ര ഓർത്താൽ മതി. അനസ്തേഷ്യ ടെക്നിക് ആണ് ടു പ്രൊവൈഡ് പെരിനിയൽ അനസ്തേഷ്യ. അപ്പോ ഒബ്സ്റ്റട്രിക് പ്രൊസീജിയേഴ്സിലാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. ഒബ്സ്റ്റട്രിക് പ്രൊസീജിയേഴ്സ്, ഗൈനക്ക് സംബന്ധിച്ച പ്രൊസീജിയേഴ്സ് ലൈക്ക് വജൈനൽ ബർത്ത്, സെക്കൻഡ് ഫേസിന് ശേഷം ഇത് കൊടുക്കാറുണ്ട്. വജൈനൽ ബർത്ത്, വജൈനൽ റിപ്പയേഴ്സ്, ലൈക്ക് അല്ലെങ്കിൽ ഏനോറെക്ടൽ സർജറി, വജൈനൽ ബർത്ത് സർജറി അല്ലെങ്കിൽ ഏനോറെക്ടൽ സർജറി, ലൈക്ക് ഹെമറോയിഡക്ടമി. ഹെമറോയിഡക്ടമി അപ്പൊ അങ്ങനെയുള്ള സർജറിയിലൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. ഹെമറോയിഡക്ടമി. ഓക്കെ, സോ ഇൻജക്ഷൻ ഇൻ ടു ദ പെൽവിക് റീജിയൻ ടു പ്രൊവൈഡ് ടെമ്പററി പെയിൻ റിലീഫ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്യൂഡന്റൽ നെർവ് ബ്ലോക്ക്. ദ അനസ്തേഷ്യ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബ്ലോക്കിംഗ് ദ പ്യൂഡന്റൽ നെർവ്സ് നിയർ ദ ഇസ്റ്റിയൽ സ്പൈൻ ഓഫ് ദ പെൽവിസ്. അപ്പൊ ഇസ്റ്റിയൽ സ്പൈൻ, ആ പെൽവിസിന്റെ ഇസ്റ്റിയൽ സ്പൈന്റെ ഏരിയയിലാണ് പ്യൂഡന്റൽ നെർവ്സ് ഉള്ളത്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ അവിടെയാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. പ്യൂഡന്റൽ ബ്ലോക്ക് ഈസ് യൂഷ്വലി ഗിവൺ ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ just before delivery of the baby. It relieves pain around the vagina and rectum. So it relieves the pain around the vagina and rectum as the baby comes down the birth canal. So it is also helpful just before an episiotomy. So നിങ്ങൾക്ക് പ്യൂഡന്റൽ നെർവ് ബ്ലോക്ക് എന്താന്ന് മനസ്സിലായി, എവിടെയാണ് നെർവ് സ്ഥിതി ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്യൂഡന്റൽ നെർവ് ബ്ലോക്ക് മനസ്സിലായി. So next question, a nurse is preparing to use an Oldham's perforator for a surgical procedure. So what is Oldham perforator? Which of the following is the management? Option, lubricate the tip of the perforator with sterile saline, assemble the perforator according to the manufacturer's instructions, check the expiration date of the perforator, apply pressure to the site after the procedure. സോ ഇവിടെ പ്യൂഡന്റൽ നെർവ് ബ്ലോക്ക്, നേരത്തെ ക്വസ്റ്റ്യനിൽ പ്യൂഡന്റൽ നെർവ് ബ്ലോക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പേഷ്യന്റിനോട് നമ്മൾ എന്താ പറയാ, പേഷ്യന്റ് ഹാസ് ടു യൂറിനേറ്റ് ബിഫോർ ദ പ്യൂഡന്റൽ നെർവ് ബ്ലോക്ക്, അതർവൈസ് ദർ മേ ബി എന്തുണ്ടാവും, ഇൻവോളണ്ടറി പാസേജ് ഓഫ് ദ യൂറിൻ. സോ ഇൻവോളണ്ടറി പാസേജ് ഓഫ് ദ യൂറിൻ തടയാൻ വേണ്ടിയാണ് പ്യൂഡന്റൽ നെർവ് ബ്ലോക്കിന് മുന്നേ ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ യൂറിൻ പാസ് ചെയ്യണം എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഓൾഡാം പെർഫറേറ്റ് സർജിക്കൽ പ്രൊസീജിയർ യൂസ് ചെയ്യുന്നതാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് ദ മാനേജ്മെന്റ്? സോ ഇറ്റ് ഈസ് എ ഈസി ക്വസ്റ്റ്യൻ. ബേസിക് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു പ്രൊസീജിയറിൽ. ബിക്കോസ് നമ്മളൊരു ഈ ഒരു പെർഫറേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിനാണ്, ഏത് സർജറിക്കാണ്? ക്രാനിയോട്ടമി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രാനിയൽ ബോൺസിനുള്ള സർജറിക്കാണ് ഓൾഡം പെർഫോറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഓക്കെ, ഇപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ഒക്കെയാണ് കമന്റ് ചെയ്തത്. സോ ഓപ്ഷൻ സി ആണ്, ചെക്ക് ദ എക്സ്പിറേഷൻ ഡേറ്റ് ഓഫ് ദ പെർഫറേറ്റർ. അപ്പൊ ഈ പെർഫറേറ്ററിൽ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അസംബിൾ ദ പെർഫറേറ്റർ അക്കോർഡിംഗ് ടു മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അസംബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു പെർഫറേറ്ററിന്റെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ചെക്ക് ദ എക്സ്പിറേഷൻ ഡേറ്റ്. എക്സ്പിറേഷൻ ഡേറ്റ് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ദ എക്സ്പിറേഷൻ ഡേറ്റ് ഓഫ് ദ പെർഫറേറ്റർ ബിഫോർ അപ്ലൈ. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതിപ്പോ ഇതാണ് എന്താ പറയാ ഓൾഡം പെർഫറേറ്റർ. അപ്പോ അത് നമ്മള് അപ്പൊ ബിഫോർ ദിസ് ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് എയിംസിന്റെ എക്സാമിനൊക്കെ ഇതുപോലെ ഒരു പടം കാണിക്കും, എന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ അറിയണം കേട്ടോ. എൽഡോം പെർഫറേറ്റർ ആണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ക്രാനിയോട്ടമി ടു പെർഫറേറ്റ് ദ സ്കൾ ബോൺ. ഇപ്പൊ സ്കൾ ബോൺ പെർഫറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സ്കൾ ബോൺ പൊട്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പെർഫറേറ്റർ ഉപയോഗിക്കുന്നത്. വിത്ത് ഷാർപ്പ് പോയിന്റ് സൈഡ്. അപ്പൊ ഈ ഒരു ഫോർ ഡീകംപ്രഷൻ ഓഫ് എക്സ്പെഷ്യലി ഡീകംപ്രഷൻ ഓഫ് ദ ഫീറ്റൽ സ്കൾ അല്ലെങ്കിൽ ക്രാനിയോട്ടമി ചെയ്യുമ്പോൾ ഈ ഒരു കൂർത്ത ഭാഗം സ്കളിന്റെ ഭാഗത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യും, ഷാർപ്പ് പോയിന്റ് സ്കൾ പിയേഴ്സ് ചെയ്തു പോകും. അത് തുളഞ്ഞു കയറി പോകുന്ന. സോ സ്കൾ വിൽ പിയേഴ്സ്. സോ പിയേഴ്സ് സ്കൾ വിത്ത് ഷാർപ്പ് പോയിന്റ് സൈഡ് യൂസ്ഡ് ഇൻ ക്രാനിയോട്ടമി. അതർ ഡിസ്ട്രക്റ്റീവ് ഓപ്പറേഷൻസ്, നീ ഇപ്പൊ നമ്മുടെ മുട്ടിന്റെ ഭാഗത്ത് നീ ഓപ്പറേഷൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ടു പിയേഴ്സ് ദ നീ ആൻഡ് ഓൾസോ വിത്ത് ദ ഷാർപ്പ് പോയിന്റ്. ഈ ഷാർപ്പ് സൈഡ് കൊണ്ട് പിയേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഓൾവേസ് ചെക്ക് ദ എന്താണ്, ഓൾവേസ് യു ഷുഡ് ചെക്ക് ദ expiry date. Not only this perforator, for all medicines, especially medicines, you have to check the expiry date. Next question, which of the following is a qualitative research method that involves repeated rounds of questionnaires of experts? Option grounded theory, Delphi technique, nominal group technique, focus group. നമ്മൾ എടുത്തതാണ്, തിയറിയിൽ പറഞ്ഞതാണ്. സോ ഇൻ റിപ്പീറ്റഡ് റൗണ്ട്സ് ഓഫ് ക്വസ്റ്റ്യനേഴ്സ്, സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ ബി ആണ്, ഡെൽഫി ടെക്നിക് ആണ്. ഡെൽഫി ടെക്നിക്, നോട്ട് ഡൽഹി ടെക്നിക്, ഡെൽഫി ടെക്നിക്. ഇപ്പൊ ഡെൽഫി ടെക്നിക്കിൽ മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ക്വസ്റ്റ്യനേഴ്സ് സെൻഡ് ടു എ പാനൽ ഓഫ് എക്സ്പെർട്സ്. സോ ഈ ക്വസ്റ്റ്യനേഴ്സ് എങ്ങോട്ടാ സെൻഡ് ചെയ്യുന്നത്? പാനൽ ഓഫ് എക്സ്പെർട്സിന് സെൻഡ് ചെയ്യും, ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യും. സോ ഈ പാനൽസ് ഓഫ് എക്സ്പെർട്സ് എന്താ ചെയ്യുന്നത്? അവര് ഒരു ഗ്രൂപ്പ് ജഡ്ജ്മെന്റ്സ് നടത്തും. ഗ്രൂപ്പ് ജഡ്ജ്മെന്റ്സ് അതായത് ഒരു ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. സോ അത് ക്വസ്റ്റ്യൻ വരാൻ കേട്ടോ, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ്, നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് 1944 US ആർമി, അന്നത്തെ കാലത്ത് US ആർമിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഡെൽഫി ടെക്നിക്ക്. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ടഡ് തിയറി, ബിൽഡിംഗ് തിയറി ഫ്രം എ ഡാറ്റ. അപ്പോ ഒരു തിയറി നമ്മൾ ബിൽഡ് ചെയ്യാണ്, ബിൽഡിംഗ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് തിയറി ഫ്രം ഡാറ്റ. അപ്പൊ ഒരു റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് കുറെ ഡാറ്റ കിട്ടും അല്ലേ. അപ്പൊ ആ ഡാറ്റയിൽ നിന്നും ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഗ്രൗണ്ടഡ് തിയറി. സോ ക്വസ്റ്റ്യനേഴ്സ് പാനൽ ഓഫ് എക്സ്പെർട്സിന് കൊടുക്കും, അവര് ഗ്രൂപ്പ് ജഡ്ജ്മെന്റ്സ് നടത്തും. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആണ് 1944 US ആർമി ചെയ്തായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ മെഷർ ഓഫ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ ടെസ്റ്റ് അപ്പിയേഴ്സ് ടു മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു? ഓപ്ഷൻ കണ്ടന്റ് വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി, ഫേസ് വാലിഡിറ്റി, കൺകറന്റ് വാലിഡിറ്റി. ഇവിടെ നോക്കിയതാണ്
നമ്മൾ വാലിഡിറ്റി എന്താ നോക്കിയായിരുന്നു. വാലിഡിറ്റി ഇസ് എ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് അപ്പിയേഴ്സ് ടു മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പോ തെർമോമീറ്റർ ആണെങ്കിൽ അത് പനിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ പനി നോക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്, നോട്ട് ഫോർ ആൻസൈറ്റി. സോ ദാറ്റ് ഈസ് വാലിഡിറ്റി. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. അപ്പൊ അത് ഏതൊരു വാലിഡിറ്റി ആയിരിക്കണം എന്നുള്ളതാണ്. സോ അധികം പേര് ഇവിടെ കണ്ടന്റ് വാലിഡിറ്റി ആണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയാം, ഇത് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓപ്ഷൻ സി, ഫേസ് വാലിഡിറ്റി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഈ കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റിംഗ് ദ മെയിൻ കണ്ടന്റ് ഓഫ് എ റിസർച്ച് ടൂൾ. സോ ഇവാലുവേറ്റിംഗ് മെയിൻ കണ്ടന്റ് ആണ്. അതായത് ആ റിസർച്ചില് ഇപ്പോ റിസർച്ചിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്, അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആണെങ്കിൽ അതിന്റെ മെയിൻ കണ്ടന്റ്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഫേസ് വാലിഡിറ്റി ആണ്. സോ അതിന്റെ മെയിൻ കണ്ടന്റ് അല്ല അല്ലെ. ടെസ്റ്റ് അപ്പിയേഴ്സ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു. അത് എന്താണെന്ന് ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. ദാറ്റ് ഈസ് ഫേസ് വാലിഡിറ്റി. ഇപ്പൊ നമ്മളിവിടെ ഒരു കാർ മേടിക്കാൻ പോകും, നമ്മളൊരു കാർ മേടിക്കാൻ പോകുന്നതായിരിക്കാം. സോ കാർ മേടിക്കാൻ പോകുമ്പോൾ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു മെഷർ, അല്ലെങ്കിൽ ഓൺ ഇറ്റ്സ് ഫേസ്, ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു. ഇപ്പൊ കാറ് നമ്മൾ കാണുവാണ്, ജസ്റ്റ് കാണുവാണ്. ഓൺ ഇറ്റ്സ് ഫേസ്, അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ കളർ. അപ്പൊ കാറിന്റെ ജസ്റ്റ് കളർ നമ്മൾ നോക്കുവാണ്. കളർ നമുക്ക് ഇഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു, ദാറ്റ് ഈസ് ഫേസ് വാലിഡിറ്റി. അത് നമ്മൾ ഫേസ് നമ്മൾ മുഖം കണ്ടു എന്നിരിക്കുക. നമ്മൾ ഒരാളുടെ മുഖം കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഫേസ് വാലിഡിറ്റി. The tool what it is supposed to measure. Tool appears to measure what it is supposed to measure on its face. That is face validity. ഇപ്പൊ തെർമോമീറ്റർ ആണെങ്കിൽ എന്താണ്, ആ ടൂള് ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി നമ്മൾ കാണുവാണ്. ഇവാലുവേറ്റിംഗ് ദ ഔട്ട്ലുക്ക്, ദാറ്റ് ഈസ് ഫേസ് വാലിഡിറ്റി. ഫേസ് വാലിഡിറ്റി മീൻസ് ഇവാലുവേറ്റിംഗ് ഔട്ട്ലുക്ക്, അതായത് പുറം മാത്രം നമ്മൾ നോക്കുവാണ്. ഇവാലുവേറ്റിംഗ് ഔട്ട്ലുക്ക് ഓഫ് എ റിസർച്ച് ടൂൾ. ഇപ്പൊ കാർ നമ്മൾ നോക്കി ഡിസൈൻ നോക്കുകയാണ്. ഇവാലുവേറ്റിംഗ് ദ ഔട്ട്ലുക്ക്, ദാറ്റ് ഈസ് ഫേസ് വാലിഡിറ്റി. ഡോണ്ട് ഫോർഗെറ്റ്, ഇവാലുവേറ്റിംഗ് ദ ഔട്ട്ലുക്ക്, ദാറ്റ് ഈസ് ഫേസ് വാലിഡിറ്റി. ഇവാലുവേറ്റിംഗ് ദ ഔട്ട്ലുക്ക്, ദാറ്റ് ഈസ് ഫേസ് വാലിഡിറ്റി. ഇനി കണ്ടന്റ് വാലിഡിറ്റി, ഇവാലുവേറ്റിംഗ് ദ മെയിൻ കോണ്ടന്റ്. ഇവാലുവേറ്റിംഗ് ദ മെയിൻ കോണ്ടന്റ്, ദാറ്റ് ഈസ് കണ്ടന്റ് വാലിഡിറ്റി. ഇവാലുവേറ്റിംഗ് ദ മെയിൻ കോണ്ടന്റ്. ഇപ്പൊ കാർ നോക്കുവാണെങ്കിൽ എന്താണ്, കാറിന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നർ പാർട്ട്, എഞ്ചിൻ നോക്കുവാണ്. കാറിന്റെ എഞ്ചിൻ നോക്കുവാണ്, നല്ല എഞ്ചിൻ ആണോ അല്ലെ. അപ്പൊ ഇവാലുവേറ്റിംഗ് ദ മെയിൻ കണ്ടന്റ് ഓഫ് ദ റിസർച്ച് ടൂൾ, മെയിൻ കോണ്ടന്റ് ഓഫ് ദ റിസർച്ച് ടൂൾ അല്ലെങ്കിൽ റിസർച്ച് മെയിൻ കോണ്ടന്റ്, ദാറ്റ് ഈസ് കോണ്ടന്റ് വാലിഡിറ്റി.